Welcome to video tutorial number 2, RAINTECH Software Limited. നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്ഥാപനത്തിൽ മേ ബി ഒരുപാട് പ്രോഡക്ട്സ് എക്സിസ്റ്റിംഗ് ഉണ്ടായിരിക്കും. നമ്മൾ ഈ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ ഒരു നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിന്തിക്കും, ഇങ്ങനെ ഈ പ്രൊഡക്റ്റുകളെല്ലാം ഞാൻ ഇനി എങ്ങനെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിനകത്ത് കയറ്റും. വെരി സിമ്പിളാണ്. നമ്മൾ എക്സലിൻ്റെ സഹായത്തോടെ, അതായത് നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സൽ ഷീറ്റിൻ്റെ സഹായത്തോടു കൂടി 1000, 10,000, 20,000 പ്രോഡക്റ്റ് ആയിക്കോട്ടെ, 1 ക്ലിക്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. വളരെ സിമ്പിളാണത്. ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു ടെംപ്ലേറ്റ് കാണിച്ചു തരാം. എന്താണ് അതിൻ്റെ ടെംപ്ലേറ്റ്, എന്തൊക്കെ ഡീറ്റെയിൽസാണ് നമ്മൾ ആ ടെംപ്ലേറ്റിൽ എഴുതി ചേർക്കേണ്ടത്. ഇവിടെ ഞാൻ ബുക്ക് 1 എന്ന് പറഞ്ഞിട്ടൊരു ഫോർമാറ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട്, കാണാൻ സാധിക്കും. ഇതിനകത്ത് പ്രൊഡക്റ്റിൻ്റെ നെയിമുണ്ട്, കാറ്റഗറി ഐ ഡി ഉണ്ട്. നമ്മൾ വീഡിയോ ട്യൂട്ടോറിയൽ നമ്പറിൽ കണ്ടായിരുന്നു കാറ്റഗറി ഐ ഡി എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പിന്നെ HSN കോഡ്, നമുക്ക് ആവശ്യമുള്ള നമ്മുടെ പ്രൊഡക്റ്റുകൾക്കെല്ലാം കാറ്റഗറി വൈസ് GSTയുടെ HSN കോഡുകളുണ്ട്. അതില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് HSN കോഡുകൾ ജസ്റ്റ് ഒരു 1, 2 എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു നമ്പർ ഇട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പിന്നെ പാർട്ട് നമ്പർ ഡിസ്ക്രിപ്ഷനും ഇത് കമ്പൽസറി അല്ല. പർച്ചേസ് റേറ്റും സെയിൽ റേറ്റും നിങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാൻ സാധിക്കും. പർച്ചേസ് റേറ്റും സെയിൽ റേറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാറിന് ഫോർ എക്സാമ്പിൾ എത്ര രൂപയ്ക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്, എത്ര രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇതെല്ലാം നമുക്ക് ഇതിനകത്തൂടെ ആഡ് ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ സെയിൽ ചെയ്യുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ 150 രൂപയുടെ ഒരു പ്രോഡക്റ്റ് നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് 2 രൂപ അല്ലെങ്കിൽ 5 രൂപ ഡിസ്കൗണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡിസ്കൗണ്ട് എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതി ചേർക്കാൻ സാധിക്കും. പിന്നെ CGST, SGST, സെസ്സുകൾ അത് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ എഴുതി ചേർക്കാൻ സാധിക്കും. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക്, അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഇപ്പം നിലവിൽ എത്ര സ്റ്റോക്കുകളുണ്ട്, അത് കൂടാണ്ട് മിനിമം സ്റ്റോക്ക്, അതായത് നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 100 നമ്പേഴ്സ് ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമ്മളത് ഓരോന്നായിട്ട് വിറ്റ് കഴിയാൻ നേരത്തെ 5 പീസ് വരുമ്പോൾ അത് റിമൈൻഡർ അടിക്കും. അതായത് സോഫ്റ്റ്വെയർ പറയും ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇപ്പോൾ തീരാൻ പോവുകയാണെന്നുള്ള ഇൻഫർമേഷൻ സോഫ്റ്റ്വെയർ തരും. അത് നമുക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. കാരണം നമ്മൾ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ടെങ്കിൽ നമുക്ക് പലപ്പോഴും അറിയാൻ സാധിക്കില്ല നമുക്ക് ഏതൊക്കെ പ്രോഡക്റ്റുകളാണ് തീരാൻ പോകുന്നുള്ള കാര്യം. പിന്നെ ബാർകോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ബാർകോഡ് റിപ്പീറ്റ് ആകാൻ പാടില്ല. വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബാർകോഡ് റിപ്പീറ്റുകൾ ആകാൻ പാടില്ല. സപ്പോസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റുകൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് ചില പ്രോഡക്റ്റുകൾ എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ഓൾറെഡി ഡിഫോൾട്ട് ബാർകോഡുകൾ കാണും. അത് നമുക്ക് സ്കാൻ ചെയ്ത് നമ്മുടെ ബാർകോഡ് ഗണ്ണ് വെച്ച് തന്നെ സ്കാൻ ചെയ്ത് അവിടെ ഇടാൻ പറ്റും. അതുപോലെ തന്നെ സപ്പോസ് നമുക്ക് കുറേ അധികം പ്രോഡക്റ്റുകൾക്ക് ബാർകോഡ് ഇല്ലാത്ത പ്രോഡക്റ്റാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളൊരു സീരീസിൽ നിന്ന് നമ്പർ സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 1001, 1002 എന്ന് പറഞ്ഞ് സീരീസിൽ നമുക്ക് താഴത്തേക്ക് മീൻസ് ബാർകോഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഞാനിവിടെ PIC പീസസ് എന്നുള്ള ഷോർട്ട് ഫോമാണ് ഇട്ടത് യൂണിറ്റിന്. നമുക്ക് ആവശ്യമുള്ള ഇപ്പോൾ നമ്പേഴ്സ് എന്ന് വേണമെങ്കിൽ നമ്പേഴ്സ് എന്നില്ല, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഇടാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് സൈസുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്, XL, XXLൻ്റെ സൈസുകൾ. പിന്നെ ഇതേ സമയത്ത് നമ്മൾ XL ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ഹോൾസെയിലിൻ്റെ സെയിൽസ് ഉണ്ട്. സപ്പോസ് ചില പ്രൊഡക്റ്റുകൾ ഇപ്പോൾ നമുക്ക് സെല്ലിംഗ് പ്രൈസ് നമുക്കിവിടെ 150 രൂപയാണ് ഇവിടെ റീറ്റെയിൽ സെയിൽ പ്രൈസ്. ഹോൾസെയിലിന് വേണമെങ്കിൽ നമുക്ക് 145 രൂപയ്ക്ക് വിൽക്കാം. അങ്ങനെയുള്ള പ്രൈസുകളും ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇനിയിപ്പോൾ ഹോൾസെയിൽ ഇല്ല എങ്കിൽ നമുക്കിവിടെ 0 ഇടാൻ സാധിക്കും. കണ്ടോ, 0 ഇട്ടിരിക്കുന്നു. നമുക്കിങ്ങനെ എത്ര വേണേലും പ്രൊഡക്റ്റുകൾ താഴത്തേക്ക് നമുക്ക് ആഡ് ചെയ്ത് പോകാൻ സാധിക്കും. ഇങ്ങനെ താഴത്തേക്ക് ആഡ് ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു കോളവും ബ്ലാങ്ക് വിടാതെ ശ്രദ്ധിക്കുക. ഡിസ്ക്രിപ്ഷനും പാർട്ട് നമ്പറും കമ്പൽസറി അല്ല, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ബ്ലാങ്ക് വിടരുത്. അറ്റ്ലീസ്റ്റ് ഇൻഫർമേഷൻസ് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് 0 എന്നെങ്കിലും എഴുതി ചേർക്കുക. റീറ്റെയിൽ ഡിസ്കൗണ്ട് സപ്പോസ് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് 0 എന്നിങ്ങനെ ടൈപ്പ് ചെയ്ത് കെട്ടാൻ സാധിക്കും. കണ്ടോ, എല്ലാത്തിനും 0 കിട്ടും, റീറ്റെയിൽ ഡിസ്കൗണ്ടേ ഇല്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കൗണ്ട് ഇടാൻ സാധിക്കും. ഇതുപോലെ കണ്ടോ, വളരെ ഈസി ആയിട്ട് നമുക്കത് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോൾ നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ സേവ് ചെയ്തു, എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് സേവ് ചെയ്ത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഇതുപോലെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് റിപ്പോർട്ടിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇതിനകത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റുകളുണ്ടോ, അതോ ഇതിനകത്ത് കുറച്ച് കാലിയാണോ എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് സ്റ്റോക്ക് റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ സാധിക്കും. നോക്കും, ഇതിനകത്ത് ഇപ്പോൾ യാതൊരു പ്രൊഡക്റ്റും ഇല്ല, കംപ്ലീറ്റ്ലി എംപ്റ്റി ആണ്. ഇവിടെ നിങ്ങൾക്ക് സ്റ്റോക്കിൻ ഡീറ്റെയിൽ റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. ഇതിനകത്ത് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്നുള്ളത്, ഇതിനകത്ത് ഇപ്പോൾ ഒരു പ്രൊഡക്റ്റും ഇല്ല. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇൻഫർമേഷൻ, നമ്മളിപ്പോൾ കുറേ ഐറ്റംസിൻ്റെ സ്റ്റോക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഈ സ്റ്റോക്കിൻ്റെ പർച്ചേസിൻ്റെ ടോട്ടൽ പ്രൈസും ഇത് സെയിൽ ചെയ്താൽ എത്ര രൂപ കിട്ടുമെന്നുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഈ സോഫ്റ്റ്വെയർ അപ്പം തന്നെ നമുക്ക് തരും. ഉദാഹരണത്തിന് നമ്മുടെ ഈ എക്സൽ ഷീറ്റ്
നമ്മുടെ ഈ ഡെസ്ക്ടോപ്പിൽ കണ്ട ഈ ഇവിടെ സേവ് ചെയ്ത് വെച്ചിരിക്കുക ഈ എക്സൽ ഷീറ്റ് ഇത് ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഇമ്പോർട്ട് എക്സ്പോർട്ട് നമുക്കിവിടെ ഒരു ബട്ടൺ കാണാൻ സാധിക്കും. ഇമ്പോർട്ട് എക്സ്പോർട്ട് പ്രൊട്ടക്ട്സ്. ഇവിടെ നമ്മൾ ഈ എക്സ്പോർട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ടെംപ്ലേറ്റുകൾ കിട്ടുന്ന ബ്ലാങ്ക് ടെംപ്ലേറ്റ് കിട്ടുന്നതിൻ്റെ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ബ്ലാങ്ക് ടെംപ്ലേറ്റുകൾ നമുക്കിതുപോലെ വരും. നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ഇമ്പോർട്ട് എക്സ്പോർട്ടിൽ പ്രൊഡക്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഇനി ഇമ്പോർട്ട് ചെയ്യുക ആ പ്രൊഡക്റ്റുകൾ. ഡെസ്ക്ടോപ്പിൽ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ബുക്ക് വേണം. നമ്മളിപ്പോൾ അത് ക്രിയേറ്റ് ചെയ്ത് ഡിസൈൻ ചെയ്ത കുറച്ച് ഇൻഫർമേഷൻസ് ആഡ് ചെയ്ത കുറച്ച് പ്രൊഡക്ട്സുകളുടെ ലിസ്റ്റാണത്. ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റുകളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇതിനുശേഷം ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ സേവ് എന്ന് പറഞ്ഞുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സക്സസ്ഫുള്ളി സേവ്ഡായി ആ പ്രൊഡക്റ്റുകൾ. അപ്പോൾ ഈ ആഡ് ചെയ്ത പ്രൊഡക്റ്റുകൾ നമുക്ക് എവിടെ കാണാൻ സാധിക്കും? സ്റ്റോക്കിൽ കാണാൻ സാധിക്കുമെന്ന് ശ്രദ്ധിക്കുക. സ്റ്റോക്കിൽ പോവുക, പ്രോഡക്റ്റ് ഇൻഫോ നോക്കുക, ഷോ ഓൾ പ്രൊഡക്ട്സ്. യെസ്, കണ്ടോ ഇമ്മീഡിയറ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കണ്ടോ, നമ്മൾ ഇമ്പോർട്ട് ചെയ്ത പ്രൊഡക്റ്റുകളുടെ ടോട്ടൽ വാല്യൂ എത്രയാണ്, അത് സെയിൽ ചെയ്താൽ എത്ര രൂപ കിട്ടും എന്നുള്ള ക്ലിയർ ഇൻഫർമേഷൻ ഈ സോഫ്റ്റ്വെയർ നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ തന്നെ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു 5-6 വർഷം അല്ലെങ്കിൽ 10 വർഷം റൺ ചെയ്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ നമ്മുടെ കടയിലുള്ള ഷോപ്പിലുള്ള എക്സാക്റ്റ് വാല്യൂ എടുക്കുന്നത്, അവിടെ പോയി നമുക്ക് എക്സാക്റ്റ് വാല്യൂ നമുക്ക് എടുക്കാൻ സാധിക്കും. ഇത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് സ്റ്റോക്കിലേക്ക് ആഡായി. ഇപ്പോൾ നമ്മൾ സെയിൽസിൽ ചെന്നിട്ട് നമ്മൾ സെയിൽസിൽ നോക്കി കഴിയുമ്പോൾ എല്ലാ പ്രൊഡക്ട്സുകളും നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്കത് സെയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്ത് പോകാം RAINTECH POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിലൂടെ. കൂടുതൽ ടെൻഷൻ അടിക്കേണ്ട. നമ്മുടെ ഡെഡിക്കേറ്റഡ് കസ്റ്റമർ കെയർ ടീമുണ്ട് ഇവിടെ. അവർ AnyDesk അല്ലെങ്കിൽ ടീം വ്യൂവറിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷനും പറഞ്ഞു തരുന്നതായിരിക്കും. ഡോണ്ട് വറി. സോ നെക്സ്റ്റ് വീഡിയോ നമ്പർ 3 ആണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു. ബൈ.